അപ്പോൾ എൻ്റെ ശരീരം കണ്ടാൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, അങ്ങനെ മേലിറങ്ങി പണിയെടുത്തിട്ടുള്ള ശീലമൊന്നും ഇല്ലാത്തൊരു ശരീരമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വലിയൊരു ബേർഡനായി മാറി ഈ ഫാം എന്നുള്ളത്. എന്നാൽ നിർത്താനും പാകില്ല, അത്ര കാശും മുടങ്ങി. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു സംരംഭം തുടങ്ങിയിട്ട് നമ്മൾ നിർത്തുക എന്ന് പറയുമ്പോൾ നമ്മളെ ഈഗോനെയും പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെ നമ്മൾ പരാജയപ്പെട്ട് പോവല്ലേ. എൻ്റെത് പന്നി ഫാമാണ്. പിന്നെ കുറച്ച് ഹിന്ദിക്കാരും കുറച്ച് മലയാളികളും, പറഞ്ഞാൽ കേൾക്കാത്ത മലയാളികളും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഹിന്ദിക്കാരുമാണ്. ഇവരെ കൊണ്ട് നമ്മൾ എന്ത് സിസ്റ്റം അവരോട് പറയണത്? ഹിന്ദിക്കാരൊക്കെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു 4ാം ക്ലാസ്സിൽ ചോടേ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ ആൾക്കാർ ഇരിക്കുന്ന പണിയല്ലത്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതൊരു ഡീസൽ എഞ്ചിൻ, ഒരു വലിയൊരു ഡീസൽ എഞ്ചിൻ്റെ പോലെ ഉള്ളൊരു സാധനമാണ് ഈ സിസ്റ്റം. അപ്പോൾ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ആ രീതിയിൽ നമ്മൾ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യണം. ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു ഡീസൽ എഞ്ചിൻ്റെ എന്താണ് ഇന്ധനം? ഡീസൽ, ഒബിയസ്ലി ഡീസൽ. അപ്പോൾ ഇതാണ് ഈ എഞ്ചിൻ്റെ ഇന്ധനം ഡീസലാണെങ്കിൽ നമ്മളെ സിസ്റ്റത്തിൻ്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസയാണെന്ന് മനസ്സിലായി. 130ഓളം പന്നി വളർത്തിയ സമയത്ത് ഞാൻ ഒരു 8-9 മണിക്കൂർ കൂടുതൽ, 9 കൂടുതൽ വർക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 450-500ഓളം പന്നി വളർത്തുന്നുണ്ട്. എനിക്കതിൽ ഒരു 10 മിനിറ്റിന് ചോടെ എനിക്ക് സമയം വരുന്നുള്ളൂ. ഞാനിത്ര വലിയൊരു വേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നെ നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ ചിത്രാമ്മയും പറഞ്ഞു ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ ഒരു 10 വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. HCL, അതുപോലെ CGI, മൈൻഡ്ട്രീ എന്നൊക്കെ പറഞ്ഞ കമ്പനികൾ, ടെസ്കോ എന്നൊക്കെ പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ നാറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും വളാഞ്ചേരി എന്ന് പറയും, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി അടുത്താണ്. അപ്പോൾ അത് ഡിഗ്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിലോട്ട് എല്ലാ ആൾക്കാരും പോലെ ചേക്കേറി. എന്നിട്ട് അവിടെ ഒരു IT വളരെ പെട്ടെന്ന് തന്നെ വെബ് ഡെവലപ്പർ എന്നുള്ള പോസ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിൽ ഞാനവിടെ ഒരു 10 വർഷം വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്തു. കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എല്ലാവരുടെയും ലൈഫൊക്കെ ചേഞ്ച് ആവുമല്ലോ, അതുപോലെ എൻ്റെ ലൈഫും നാട്ടുകാരുടെ മൊത്തം ലൈഫ് ചേഞ്ചായ സമയത്ത് ആണ് എൻ്റെ ചേഞ്ച് ആയത്. ആ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2019 വന്ന കോവിഡാണ്. കോവിഡിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന ആളെ വെച്ച് നോക്കുമ്പോൾ കോവിഡിന് വലിയൊരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ സാധാരണ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, അത് നേരെ വർക്ക് ഫ്രം ഹോം ആവണം, അത്രേ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു കുറച്ചൊക്കെ പോയ സമയത്താണ് എൻ്റെ ഒരു അംബീഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഏതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ IT വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാം, നമുക്ക് ഫാമിംഗ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രീമാണ്. ഈ IT വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും നമ്മളൊരു കോഫി ബ്രേക്ക് ടൈമിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ ഇത് ഒരു അവസരമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എന്നെ ഇതേപോലെ 2 ഫ്രണ്ട്സ് വന്നിട്ട് എന്നെ അപ്രോച്ച് ചെയ്തു. പിന്നെ പ്രകാശ്, ഇങ്ങനെ നമുക്കൊരു ഫാമിംഗ് ബിസിനസ് ചെയ്യാം. അപ്പോഴാണെങ്കിൽ എൻ്റെ ഫാദറിന് വെച്ചാൽ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ കയ്യിൽ കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് എംപ്റ്റി ലാൻഡ് ഉണ്ട്, ഒരു ആരും ഉപയോഗമില്ലാത്ത, അധികം ആളും സഞ്ചാരമൊന്നും ഇല്ലാത്ത കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു പന്നി ഫാം ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഈ ഫ്രണ്ട്സ് 2 ആൾ വന്ന് പറഞ്ഞ്. 2 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ, അത്യാവശ്യം ഏജൊക്കെയുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഫിനാൻസ് ഞാൻ ചെയ്യണം. ഓക്കെ, ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇതിലോട്ടൊരു 12 ലക്ഷം രൂപ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ ഞാൻ ഫണ്ട് ഇറക്കി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഞാൻ ഇപ്പോൾ ഇവിടെ വീട്ടിലിരിക്കുന്നുണ്ട്, അപ്പോൾ നോക്കാം. പിന്നെ ബാംഗ്ലൂർ പോയി നമുക്കൊരു സെക്കൻഡറി ഇൻകം എന്നുള്ള രീതിയിലാണ് ഞാനത് നോക്കിയത്. അപ്പോൾ അത് ഒരു 2-3 മാസം വലിയ പ്രശ്നമില്ലാതെ പോയി. പിന്നെ പ്രശ്നങ്ങളായി. ആകെ ഒരു 5-6 മാസം കൊണ്ട് ഇതെല്ലാം കൂടെ എൻ്റെ തലയിലായി. ഒരു 10-20 ലക്ഷം രൂപയോളം ഇറങ്ങി, ഇവരെ കെട്ടെറിഞ്ഞ് ഓടി. അപ്പോൾ നമുക്ക് ഈ അന്ന് ഏകദേശം ഒരു 100-150ഓളം 130ഓളം പന്നി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു സ്ഥിതി വന്നു. അപ്പോൾ എൻ്റെ ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ 11 മണിക്കായിരുന്നു എൻ്റെ സ്ക്രം മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ മാനേജ് ചെയ്താൽ കുറേ കാര്യങ്ങളൊക്കെ മാനേജ് ആവുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ പതുക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ ലേബേഴ്സൊക്കെ വെച്ച് ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ 11 മണി വരെ ഞാൻ സ്പെൻഡ് ചെയ്താൽ, ഞാൻ ഒരു 6 മണിക്ക് എണീറ്റ് പോയാൽ ഒരു 11 മണി വരെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അച്ചീവായി, പ്രശ്നങ്ങളൊക്കെ തീർന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സമയം വന്നു. പിന്നെ ലേബേഴ്സിനെ ഓരോ ആൾക്കാരിങ്ങനെ ഈ പോയ പാർട്ട്നേഴ്സ് തന്നെ ഒക്കെ തിരിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരു കൾച്ചർ അങ്ങനെയാണല്ലോ, ആരെങ്കിലും പോയി കഴിഞ്ഞാൽ മാക്സിമം നമ്മളെ നിലംപരിശാക്കുക എന്നുള്ള രീതിയിലായി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 2-3 മാസം ഇത് കഴിഞ്ഞിട്ട്, അപ്പോൾ ശരിക്കും ഒരു 6-7 മാസം ആയിരുന്നു എൻ്റെ ഫാം തുടങ്ങിയിട്ട്. ആ സമയത്ത് ഞാൻ ഫുൾ ടൈം ഫാമിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ജോലിയുണ്ട്, അപ്പോൾ ജോലിയും ചെയ്യണം, ഫാമിൽ നിൽക്കണം. അപ്പോൾ ഫാമിൽ പണിയെടുക്കുമ്പോൾ ഒരു 8-9 മണിക്കൂർ നമ്മളൊരു ദിവസം പണിയെടുക്കേണ്ട ഇത് വരും. അപ്പോൾ രാവിലെ പോവും, അത് കഴിഞ്ഞാൽ വേഗം കഴിച്ചു പോരാ വിചാരിച്ചിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അതിങ്ങനെ സമയം വൈകി ഓഫീസിലത്തെ വർക്ക് ഹോൾ നൈറ്റ് എടുക്കും, പകൽ ഫാമിലെ പണിയെടുക്കും. ഒരു 3 മണിയൊക്കെ ആവും കിടക്കാൻ, 3 മണി 2 മണി അല്ലെങ്കിൽ ഒരു 12 മണി മിനിമം. പിന്നെ ഫിസിക്കലായിട്ട് നമ്മൾ ഫാമിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ശരീരം കണ്ടാൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, അങ്ങനെ മേലിറങ്ങി പണിയെടുത്തിട്ടുള്ള ശീലമൊന്നും ഇല്ലാത്തൊരു ശരീരമാണ്.
അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വലിയൊരു ബേർഡനായി മാറി ഈ ഫാം എന്നുള്ളത്. എന്നാൽ നിർത്താനും പാകില്ല, അത്ര കാശും മുടങ്ങി. പിന്നെ നമ്മളെ നാട്ടിൽ ഒരു സംരംഭം തുടങ്ങിയിട്ട് നമ്മൾ നിർത്തുക എന്ന് പറയുമ്പോൾ നമ്മളെ ഈഗോനെയും പ്രശ്നമുണ്ട് അതിൽ. അങ്ങനെ നമ്മൾ പരാജയപ്പെട്ട് പോവല്ലേ. അപ്പോൾ അതൊക്കെ പ്രശ്നമായതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്തു. ആ ഇടയ്ക്കാണ് ഞാൻ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി നമ്മളെ പ്രവീൺ സാറിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ സാറിൻ്റെ വീഡിയോസ് ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. കൂടുതലും ട്രാവൽ ചെയ്യുമ്പോഴും ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യും. അങ്ങനെ കാര്യമായിട്ട് നോട്ട് എഴുതുക, അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും അല്ലത് നോക്കിയിരുന്നത്. അപ്പോൾ സാറ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ നമ്മളെ ബിസിനസ് സ്മൂത്തായി റണ്ണാവും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഇത് റണ്ണായിക്കോളും എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കയറുന്നുണ്ട്. അങ്ങനെ എൻ്റെ തലയിൽ കയറിയതാണ് ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ ശരിയാവുമെന്ന് മനസ്സിലായി. പക്ഷേ എനിക്കിതൊരു വ്യക്തമാവുന്നില്ല എന്താണ് സിസ്റ്റം. ഇതിപ്പോൾ ഓക്കെ, സാറിൻ്റെ ബിസിനസ്സിൽ ഇപ്പോൾ എങ്ങനെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ സാറ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് ആഡ് എടുക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ. നമ്മളെ ബിസിനസ്സിൽ ഇത് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? എൻ്റെത് പന്നി ഫാമാണ്. പിന്നെ കുറച്ച് ഹിന്ദിക്കാരും കുറച്ച് മലയാളികളും, പറഞ്ഞാൽ കേൾക്കാത്ത മലയാളികളും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഹിന്ദിക്കാരുമാണ്. ഇവരെ കൊണ്ട് നമ്മൾ എന്ത് സിസ്റ്റം അവരോട് പറയണത്? ഹിന്ദിക്കാരൊക്കെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു 4ാം ക്ലാസ്സിലേക്ക് ചോടേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആൾക്കാർ ഇരിക്കുന്ന പണിയല്ലത്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ നോക്കി. പിന്നെ ഒരുപാട് സിസ്റ്റത്തിനെ കുറിച്ച് ശരിക്കും നല്ലൊന്ന് റെഫർ ചെയ്തപ്പോൾ മനസ്സിലായി, ഇതിനൊരു ഉദാഹരണം മനസ്സിലാക്കി. കുറച്ച് മെക്കാനിക്കൽപരമായിട്ട് കുറച്ചൊക്കെ ഇതുള്ളതുകൊണ്ട് എനിക്ക് തോന്നി ഇതൊരു ഡീസൽ ജനറേറ്ററിൻ്റെ ഒക്കെ മാതിരിയുള്ള സാധനമാണ് ഈ സിസ്റ്റം എന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായത്. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഒരു സൈക്കിൾ ചെയിൻ്റെ പോലെ എന്നുള്ളത്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതൊരു ഡീസൽ എഞ്ചിൻ, ഒരു വലിയൊരു ഡീസൽ എഞ്ചിൻ്റെ പോലെ ഉള്ളൊരു സാധനമാണ് ഈ സിസ്റ്റം. അപ്പോൾ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ആ രീതിയിൽ നമ്മൾ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യണം. ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു ഡീസൽ എഞ്ചിൻ്റെ എന്താണ് ഇന്ധനം? ഡീസൽ, ഒബിയസ്ലി ഡീസൽ. അപ്പോൾ ഇതാണ് ഈ എഞ്ചിൻ്റെ ഇന്ധനം ഡീസലാണെങ്കിൽ നമ്മളെ സിസ്റ്റത്തിൻ്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബിസിനസ്സിൽ ഓടാനുള്ള പൈസ, ഒരു 3 months ഇത് റണ്ണാവാനുള്ള പൈസ ഞാൻ മാറ്റി വെക്കേണ്ടി വന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ സാലറി കൊടുക്കാനുള്ളത്, മെഡിസിൻസ് വാങ്ങാൻ, ഇലക്ട്രിസിറ്റി ബില്ല്, ഈ എമൗണ്ടൊക്കെ ഇത്രയും വേണ്ട എമൗണ്ട് ഒരു 3 മാസം കൊടുക്കാനുള്ള സാലറിയും കാര്യങ്ങളും ഫുള്ള് ഞാനൊരു ബാങ്ക് അക്കൗണ്ടിൽ മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ആ ഡീസൽ എഞ്ചിനുള്ള ഇന്ധനമായി. ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കി. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇത് നമ്മളൊരു മെഷീൻ വാങ്ങി വെച്ചാൽ പോരാ, ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇതിനെന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ആ സാധനം ഉടനെ മാറ്റിയിരിക്കണം. അപ്പോൾ അത് നമ്മളെ ഈ ബിസിനസ്സിൽ നോക്കി എന്തെങ്കിലും പണിക്കാർ ചെറിയ ചൊറേ കാര്യങ്ങളുണ്ടെങ്കിൽ ഓരെ കൊണ്ട് പറ്റൂല തോന്നിയാൽ അപ്പം റിമൂവ് ചെയ്തോളാം. അത് ഞാനൊരു കീപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. പെട്ടെന്ന് റിമൂവ് ചെയ്യുക, എന്നിട്ട് വേറെ ആളെ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, അതാലും വേണ്ടില്ല അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ ഇതിന് പീരിയോഡിക്കൽ സർവീസസ് ഒക്കെ നമ്മൾ ചെയ്യല്ലോ, ഓയിൽ മാറ്റിയ കാര്യങ്ങളൊക്കെ സാർ നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ലേബേഴ്സിനൊക്കെ ഇടയ്ക്ക് റീഫ്രഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വന്നു. ഒരു 6 months കൂടുമ്പോൾ പല കമ്പനികളും കാണാമല്ലോ ട്രിപ്പൊക്കെ കൊണ്ടുപോകണേ. അതൊക്കെ ഈ ഒരു ഇതിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഈ വീക്കിലി കാണാൻ നമ്മളെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ആക്കുന്നു, പൊടിയൊക്കെ തട്ടിയിട്ടൊക്കെ ക്ലീൻ ആക്കുന്നു. ഇതേമാതിരി കാര്യങ്ങൾ നമ്മൾ സിസ്റ്റത്തിനെ റണ്ണാക്കി വെക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മെഷീൻ എൻജിൻ സ്റ്റക്ക് ആവുമെന്ന് എനിക്കറിയാം. മനസ്സിലായപ്പോൾ അത് 2-3 എക്സാമ്പിളിലാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഈ സിസ്റ്റം ഇങ്ങനെ ആണെന്ന് മനസ്സിലാക്കി, ഇതാണ് സിസ്റ്റം എന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത ചലഞ്ചസ് എന്ന് വന്നാൽ നമ്മൾ എങ്ങനെ ഇത് ഫാമിലി ചെയ്യുന്നുള്ളതായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദിക്കാരും മലയാളികളൊക്കെ സ്വഭാവം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെന്ന് പറഞ്ഞാൽ അത് കൊളാക്കുക എങ്ങനെയെന്നാണ് ആദ്യം നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യം നമ്മളെ ലേബേഴ്സ് ഫസ്റ്റ് അതങ്ങോട്ട് കൊളാക്കുക. അതിന് എന്തൊക്കെ വന്നാലും വേണ്ടില്ല അത് കൊളാക്കാൻ നോക്കും. അപ്പം ഞാൻ മൊത്തം അവിടെയുള്ള എൻ്റെ ഫാമിൽ രാവിലെ മുതൽ വൈകുന്നേരം ഞാനൊരു 8-9 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിരുന്ന ടൈമിലുള്ള പണികൾ കംപ്ലീറ്റ് ഒരു പേപ്പറിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പം ഞാൻ പണ്ട് തന്നെ ഒരു ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു ഫാനാണ് ഞാൻ. അപ്പം ഞാൻ ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് ഇത് ഫുള്ള് ഈ ചെക്ക് ലിസ്റ്റുകൾ ഫുള്ള് ഏകദേശം 73ഓളം വർക്ക് ഉണ്ടായിരുന്നു. അത് പലപ്പോഴായിട്ട് ചെയ്യേണ്ട. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഒരാളെ കൊണ്ട് ഒരു ദിവസം ചെയ്യാൻ പറഞ്ഞാൽ ഓൻ അതന്നെ പണി ഉണ്ടാവുള്ളൂ, ഫാമിൽ പണിയെടുക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പം ഞാനിതിനെ 3 കാറ്റഗറൈസ് ചെയ്തു. ഈ ചെക്ക് ലിസ്റ്റിനെ ആദ്യം മൊത്തം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി, ഏകദേശം 73ഓളം കിട്ടി ഫസ്റ്റ് ടൈമിൽ. എന്നിട്ട് അതിനെ 3 ആക്കി തിരിച്ചു. ഡെയിലി ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റ്, അതുപോലെ വീക്കിലി ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റ്, മന്ത്ലി ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റ്. എന്നിട്ട് ഈ രീതിയിലാക്കിയിട്ട് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കും. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഡെയിലി ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റിന് ഒരു ഉദാഹരണം പറയാം. അപ്പോൾ എൻ്റെ ഫാമിലെ ഏറ്റവും ഫസ്റ്റ് തുടങ്ങുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ടാങ്കിൽ വെള്ളം ചെക്ക് ചെയ്യുക. ഇതാണ് ഏറ്റവും സംഭവം സിമ്പിളാണ്, ഇത്ര വലിയൊരു ടഫുള്ള കേസൊന്നുമല്ല. പക്ഷേ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കേസ് ടാങ്കിൽ വെള്ളം ചെക്ക് ചെയ്യുക എന്നുള്ള. അപ്പോൾ അത് നോക്കുക, അത് ടിക്ക് ചെയ്യും. റൈറ്റിംഗ് പാഡിൽ നോക്കുക, അത് ടിക്ക് ചെയ്യും. അത് രണ്ടാമത്തെ കേസ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലാണെങ്കിൽ, ഇപ്പോൾ പന്നി ഫാമിൽ അറിയാമോ, നിങ്ങൾക്കൊക്കെ അറിയണ കേസാണ്. നമ്മൾ സെൽഫ് ഫീഡിങ് ഒക്കെ കൊടുക്കുക, ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മിച്ച ഭക്ഷണമാണ് കൊടുക്കുക. അപ്പോൾ ഇത് രാത്രി നമ്മളെ വണ്ടിക്കാരനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ കൗണ്ട് എടുക്കണം.
ഇതിൻ്റെ കൗണ്ട് എടുത്ത് ഇപ്പോൾ ചിലപ്പം പിന്നെ ഒരു 400 പന്നികളുടെ തീറ്റ അവിടെ വന്നിട്ടുണ്ട്. നമ്മളതിൽ 450 പന്നി ഉണ്ടെങ്കിൽ 50 പന്നികളുടെ തീറ്റ കുറവാന്നുള്ളത് അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടും. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് ഗുണം ചെയ്യും. അപ്പോൾ അതുപോലെ ഡെയിലി ടാസ്കുകൾ അത് ചെയ്യും. പിന്നെ വീക്ക്ലി ടാസ്കുകൾ അതേപോലെ വരും. വീക്ക്ലി ടാസ്കുകളിൽ മെയിനായിട്ട് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി ടാസ്കുകൾ ചെയ്യുക നമ്മൾ സൺഡേസിലാണ്. സൺഡേ നമുക്ക് കുറച്ച് ഫ്രീ ടൈം അല്ലേ, അപ്പോൾ ഇവരെ കൊണ്ട് നമ്മൾ സൺഡേസിലാണ് ചെയ്യിപ്പിക്കും. അപ്പോൾ സൺഡേ ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മെഡിസിൻസൊക്കെ സ്റ്റോക്ക് എടുക്കും. സ്റ്റോക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലെ എല്ലാം മെഡിസിൻസ് സ്റ്റോക്ക് എടുക്കൽ സൺഡേസ് എടുക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ മെഡിസിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫീവർ ഉണ്ടാവും, ഫീവറിനുള്ള മെഡിസിൻ, അങ്ങനെയുള്ള പിന്നെ ലിവർ ടോണിക് സപ്ലിമെൻറ്റ്സുകൾ, ലിവർ ടോണിക്, മിനറൽ മിക്സർ, ഈ കാര്യങ്ങളൊക്കെ ഒരു ഞായറാഴ്ച അതിൻ്റെ സ്റ്റോക്ക് എടുക്കും. എന്നിട്ട് ഇതേപോലെ ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യും. ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്തിട്ട് പിന്നെ എന്തൊക്കെയാണ് കുറവുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ എഴുതി കഴിഞ്ഞാൽ മൺഡേ രാവിലെ ഞാൻ പോകുമ്പോൾ എനിക്കിത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പിന്നെ മന്ത്ലി ചെക്ക് ലിസ്റ്റുകൾ, മന്ത്ലി ഇരുന്ന ചെക്ക് ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവരി മന്തിൻ്റെ അവസാനം 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഒരു 5 ദിവസം സമയമുണ്ട്. ഈ സമയത്താണ് മന്ത്ലി ചെക്ക് ലിസ്റ്റ് ഫില്ലാക്കാൻ പറയുക. ഇതൊക്കെ ഫില്ലാക്കിയിട്ട് ഈ മാസാവസാനം ആ ചെക്ക് ലിസ്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ നോക്കിയാൽ മാത്രമേ ഉള്ളൂ അവർക്ക് സാലറി കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവർ കുറച്ചും കൂടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആയി, അവർക്കത് ചെയ്യണം എന്നുള്ള രീതിയിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ, ഫാമിലെ കാര്യങ്ങൾ മൊത്തം നോക്കാൻ രാവിലെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ ചെക്ക് ലിസ്റ്റുകളൊക്കെ നോക്കുക. ജസ്റ്റ് ഫാമിൻ്റെ ഉള്ളിലൂടെ 4 പുറത്ത് കൊടുക്കുന്നത് ഇറങ്ങി വരിക, അത്രേ പണി വരുന്നുള്ളൂ. ഒരു 130ഓളം പന്നി വളർത്തിയ സമയത്ത് ഞാൻ ഒരു 8-9 മണിക്കൂർ കൂടുതൽ, 9-ൽ കൂടുതൽ വർക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 450-500ഓളം പന്നി വളർത്തുന്നുണ്ട്. എനിക്കതിൽ ഒരു 10 മിനിറ്റിൻ്റെ ചോട എനിക്ക് സമയം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബാക്കി സമയം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്കന്നെ എൻ്റെ മെയിനായിട്ട് വരുന്ന റവന്യൂ വരുന്ന ബിസിനസ്സിൻ്റെ പണി കഴിഞ്ഞു. രാവിലെ 9 മണിന് മുമ്പ് പണി കഴിഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ കുറച്ച് അപ്പോൾ 1-2 ബിസിനസ്സുകളൊക്കെ തുടങ്ങി. അതിലൊരു ബിസിനസ്സാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മളെ 4 ഡേയ്സ് മീറ്റിങ്ങിന് വന്നപ്പോൾ നിർത്തട്ടെ എന്ന് ഞാൻ ചോദിച്ചത്. സാറോട് ഇങ്ങനെ ചോദിച്ചത്, ഇങ്ങനെയൊക്കെ ഫാമിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇതുകൊണ്ട് ഈ ബിസിനസ് ഞാൻ നിർത്തട്ടെ. സാറ് പറഞ്ഞു നിർത്തിക്കോ പറഞ്ഞു. ഞാൻ ആ വിറ്റീസ് രാവിലെ അവിടെ പോയി അത് ഞാൻ നിർത്തി. ബിൽഡിംഗ് ഓണറോട് പറഞ്ഞു ഞങ്ങൾ ഈ മാസം കൊണ്ട് ഒഴിവാണ്, ഈ മാസം കൊണ്ട് ആ പരിപാടി നിർത്തി. ഇനി എന്നാലും റണ്ണിങ് ചെയ്തിട്ട് വേറെ ബിസിനസ്സും കാര്യങ്ങളും ഓടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു സിസ്റ്റം, ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈമുണ്ട്. ഞാൻ ഒരുപാട് സമ്പാദിച്ചു അല്ലെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കി എന്നല്ല പറഞ്ഞ്, നമ്മുടെ വർക്കിംഗ് ടൈം എനിക്ക് കുറഞ്ഞു. ഇതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നിൽക്കുന്ന നല്ലൊരു സമൂഹത്തിൽ നല്ലൊരു മാന്യതയായിട്ട് നിൽക്കുന്ന ജോലി നമ്മളെ കഴിവുകേട് കൊണ്ട് തന്നെ രാജിവെക്കേണ്ടി വന്നു. ഈ നാട്ടുകാർ ഈ 2 പാർട്ട്നേഴ്സിൻ്റെ വർക്കൊക്കെ കേട്ടിട്ട് നമ്മളിതിലൊന്ന് കുടുങ്ങിയതുകൊണ്ട് നമ്മൾ ജോലി വെക്കേണ്ട. അപ്പോൾ നാട്ടിൽ എന്നോട് ആ സമയത്തൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും പാഷനാണെന്ന് പറയും. ഫാമിനോടുള്ള പാഷനാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പാഷനാണ്. സത്യത്തിൽ പ്രാന്താണെന്ന് എനിക്കേ മനസ്സിലാവുള്ളൂ. അതാണ് എൻ്റെ റിയാലിറ്റി. പക്ഷെ അവരോട് പറയാൻ പറ്റുമോ നമ്മൾ കുടുങ്ങിപ്പോയതാണ്, ഇത്ര 10-20 ലക്ഷം രൂപ പോയിരിക്കാനാണ് നമ്മൾ ജോലി രാജിവെച്ചെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പിന്നെ അന്ന് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ഒരു 2-3 പരിപാടികളായിട്ട് തട്ടിമുട്ടിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ചെക്ക് ലിസ്റ്റിൻ്റെ കാര്യം ഇപ്പോൾ സാറ് ഒന്ന് പറഞ്ഞത് തന്നെ 2 തവണ സാർ ചെക്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സാറ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഓരോ പോയിന്റുകൾ നമ്മളെ തലയിൽ അടിച്ചു കയറും. അത് വെച്ചിട്ടാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റപ്പ് ആക്കി കൊണ്ടുവരുന്നത്. ഓക്കെ, താങ്ക് യു.